Calicut University 5th semester BCom BBA സ്റ്റുഡൻസിൻ്റെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ MCQ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ആദ്യത്തെ 80 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 81 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. സോ 81ാമത്തെ ചോദ്യം, ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എ ഡാഷ് ഈസ് എ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് ടേബുലേറ്റഡ് ഫ്രീക്വൻസീസ്. ടേബുലേറ്റഡ് ഫ്രീക്വൻസീസിൻ്റെ ഗ്രാഫിക്കൽ ഡിസ്പ്ലേനെ പറയുന്ന പേരാണ് ഹിസ്റ്റോഗ്രാം. അടുത്ത ചോദ്യം, ഇഫ് ദ സ്റ്റഡി ഈസ് റിലേറ്റഡ് വൺ വേരിയബിൾ ആയിട്ടുള്ള വൺ വേരിയബിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീനെ പറയുന്ന ഒരു അനാലിസിസിനെ പറയുന്ന പേരാണ് യൂണിഡൈമെൻഷണൽ അനാലിസിസ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ മിഡിൽ വാല്യൂ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ട്രിബ്യൂഷനിലെ മിഡിൽ വാല്യൂവിനെ നമ്മൾ പറയുന്നത് എന്താ? മീഡിയൻ. ഡാഷ് ഈസ് ദ മോസ്റ്റ് കോമൺ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമ്മൾ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളത് നോക്കിയിട്ട് മെഷർ ചെയ്യുന്നതാണ് മീൻ എന്ന് പറയുന്നത്. ദെൻ വെൻ ദ സ്റ്റഡി ഈസ് റിലേറ്റഡ് വിത്ത് മോർ ദാൻ 2 വേരിയബിൾസ്. ഒരു വേരിയബിൾ ഉള്ളതിന് നമ്മൾ യൂണി ഡയമെൻഷണൽ എന്ന് പറഞ്ഞു. അപ്പം കുറേ വേരിയബിൾസ് ഉള്ളതിന് നമ്മൾ എന്താ പറയുക? മൾട്ടി വേരിയേറ്റ് എന്നാണ് പറയുന്നത്. ദെൻ ഡാഷ് റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ എ ലേമാൻ. നമ്മുടെ ഈ ഒരു പോപ്പുലർ റിപ്പോർട്ടാണ് ലേമാനിന് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട്. അടുത്ത ചോദ്യം, എ ഡാഷ് ഈസ് എ ലിസ്റ്റ് ഓഫ് ദ റിസോഴ്സസ് യൂസ്ഡ് ബൈ ദ റിസർച്ചർ ടു ഗെറ്റ് ദ ഇൻഫോർമേഷൻ ഫോർ റിസർച്ച് റിപ്പോർട്ട്. നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടാനായിട്ട് നമ്മുടെ റിസർച്ചർ യൂസ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് സോഴ്സസ് ആണ് ബിബിലിയോഗ്രഫി എന്ന് പറയുന്നത്. ദെൻ അടുത്തത്, ദർ ആർ ഡാഷ് പ്രൈമറി സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്. നമുക്ക് മൊത്തത്തിൽ 4 പ്രൈമറി സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ആണ് ഉള്ളത്. ദെൻ ഡാഷ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിംസ് ടു ഒബ്ജക്ട്സ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ്. മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ നമ്പേഴ്സ് നെയിംസിനൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്നത് മെഷർമെൻ്റ് ആണ്. ദെൻ അടുത്തത്, ദ ഡാഷ് സ്കെയിൽ ഈസ് നോൺ ആസ് നോമിനൽ സ്കെയിൽ. റാങ്കിങ് സ്കെയിലിനെ തന്നെയാണ് നമ്മൾ നോമിനൽ സ്കെയിൽ എന്ന് കൂടി വിളിക്കുന്നത്. Then dash scales is also known as the cardinal level of the measurement. Cardinal level of measurement എന്ന് വിളിക്കുന്നത് ഇന്റർവൽ സ്കെയിൽസിനെ കൂടിയാണ് കേട്ടോ. അടുത്തത്, നോമിനൽ വാരിയബിൾസ് എലോ ഫോർ ഡാഷ് ക്ലാസിഫിക്കേഷൻ. നോമിനൽ വാരിയബിൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനെയാണ് എലോ ചെയ്യുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഷെഡ്യൂളും ക്വസ്റ്റിനെയറും. സോ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഡാഷ് എൻഡഡ് ക്വസ്റ്റ്യൻ ആർ കോൾഡ് ഫ്രീ ആൻസർ ക്വസ്റ്റ്യൻ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഫ്രീ ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്. ദെൻ dash refers to one which provides several set of alternative for its answers. അപ്പം സെവറൽ സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും നമുക്ക്. അതിനെ അത്തരം ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. Then 96th question, a dash is a set of questions which are asked and filled in by the interviewer in the face-to-face situation with another person. നമ്മൾ ഒരു ആളുമായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ക്വസ്റ്റ്നെയർ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഫില്ല് ചെയ്യുന്നതും ക്വസ്റ്റ്നെയർ നമ്മുടെ എന്താ പറയുക ഇൻ്റർവ്യൂവർ തന്നെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് വിളിക്കുന്നത്. അടുത്തത്, മെയിൽ സർവേ ഇസ് ദ അതർ മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മെയിൽ സർവേ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് അസൈനിങ് ഫിഗേഴ്സ് ഓർ അതർ സിംബൽസ് ടു ആൻസേഴ്സ് സോ ദാറ്റ് ദ റെസ്പോൺസസ് ക്യാൻ ബി പുട്ട് ഇൻ ടു എ ലിമിറ്റഡ് നമ്പർ ഓഫ് കാറ്റഗറീസ് ഓർ ക്ലാസ്സസ്. കോഡിംഗ് ആണ് ഇങ്ങനെ നമ്മൾ ഫിഗേഴ്സും സിംബൽസും ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കോഡിംഗ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് സമ്മറൈസിങ് റോ ഡാറ്റ ആൻഡ് ഡിസ്പ്ലേയിങ് ഇറ്റ് ഇൻ എ കോമ്പാക്ട് ഫ്രം ഫോർ ഫർദർ അനാലിസിസ്. അപ്പോൾ നമുക്കൊരു റോ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സമ്മറൈസ് ചെയ്യും ഡിസ്പ്ലേ ചെയ്യും ഒക്കെ ഒരു പ്രോസസ്സാണ് ടേബുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 100ാമത്തെ ചോദ്യമാണ്, ഡാഷ് ആർ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ്. സ്പ്രെഡ്ഷീറ്റ് ആണ് സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഡാഷ് മെഷർമെൻറ്റ് ഹാസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റാങ്ക് ഓർഡർ ആൻഡ് ഈക്വൽ ഇൻ്റർവെൽ. അപ്പം ഇൻ്റർവെൽസ്, അപ്പോൾ ഇൻ്റർവെൽ മെഷർമെൻറ്റിനാണ് റാങ്ക് ഓർഡറും ഈക്വൽ ഇൻ്റർവെൽസ് ഉള്ളത്. അടുത്തത്, മെഷർമെൻറ്റ്സ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. എന്ത് മെഷർമെൻറ്റിനാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ മെഷർമെൻറ്റിനാണ്. ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ഉണ്ട്, അത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റേഷ്യോ മെഷർമെൻ്റ് ആണ് അതിൻ്റെ ആൻസർ.
അടുത്ത ചോദ്യം, എ ഡാഷ് ഈസ് എ സർക്കുലർ ചാർട്ട് ഡിവൈഡഡ് ഇൻ ടു സെക്ടേഴ്സ്. സർക്കുലർ ചാർട്ട് ആയിരിക്കും, അത് ഡിവൈഡഡ് ഇൻ ടു സെക്ടേഴ്സ്, പല സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് പൈ ചാർട്ട് എന്നുള്ളത്. ദെൻ ഡാഷ് ഈസ് എ ലൈൻ ചാർട്ട്. ലോറൻസ് കർവിനെയാണ് നമ്മൾ ലൈൻ ചാർട്ട് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, dash analysis is a mathematical tool which is used to describe the degree to which one variable is linearly related to each other. രണ്ട് വേരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് വേരിയബിൾസിന് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ടൂളിനെ വിളിക്കുന്ന പേരാണ് കോറിലേഷൻ. അടുത്ത ചോദ്യം, മെഷേഴ്സ് ഓഫ് ദി ഡിസ്പേർഷൻ ആർ എ ഡാഷ് ഓഫ് ദ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ. സെൻട്രൽ വാല്യൂ കേട്ടോ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് സെൻട്രൽ വാല്യൂ ഓഫ് ദി എൻറ്റയർ ഗ്രൂപ്പ് ഓർ ഡാറ്റയാണ്. അടുത്ത ചോദ്യം, മോഡ് ഈസ് ദ ഡാഷ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ വാല്യൂസ് ഓഫ് എക്സ്ട്രീം ഐറ്റംസ്. പൊസിഷണൽ, ആവറേജ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത്, ഡാഷ് റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ സ്പെഷ്യലിസ്റ്റ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് റിസർച്ച് മെത്തഡോളജി ആൻഡ് റിസർച്ച് ഫൈൻഡിങ്സ്. ടെക്നിക്കൽ റിപ്പോർട്ടാണ്. അടുത്തത്, ദ ഡാഷ് ഫേസ് ഇൻ ദ റിസർച്ച് റിപ്പോർട്ട് ഈസ് ഓർഡറിങ് ദ പാർട്സ് ആൻഡ് പ്ലാനിങ് ഇൻ റൈറ്റിംഗ്. ഫസ്റ്റ് ഫേസിലാണ് ഇത് നടക്കുന്നത് കേട്ടോ. നമ്മുടെ പാർട്സ് ഓർഡറിങ്ങും റൈറ്റിങ്ങിൻ്റെ പ്ലാൻസ് നടത്തുന്നതൊക്കെ ഫസ്റ്റ് ഫേസിലാണ്. അടുത്തത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ റിസർച്ച് എന്ന് പറയുന്നത് ഏതാ? ഫൈൻഡിങ്സ് ആണ്. റിസർച്ച് ഈസ് എ ഡാഷ് എൻഡോവർ ടു ഡിസ്കവർ ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ. സിസ്റ്റമാറ്റിക് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ബിസിനസ് റിസർച്ച് ഈസ് എ റിസർച്ച് അണ്ടർടേക്കൺ ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്. ബിസിനസ് റിസർച്ച് നമ്മൾ എവിടെ നടത്തുന്നത്? ബിസിനസ്സിലാണ്. അടുത്തത്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് ഡാഷ് ബേസ്ഡ്. വേരിയബിൾ ബേസ്ഡ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. തിയറി ഈസ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ഒബ്സർവ്ഡ് റെഗുലാരിറ്റി. എ തിയറി എക്സ്പ്ലെയിൻസ് ആൻഡ് പ്രെഡിക്റ്റ് അബൌട്ട് എ ഫിനോമിനൻ. ഒരു തിയറി എന്ന് പറയുന്നത് ഒരു ഫിനോമിനനെ പ്രെഡിക്റ്റ് ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ദെൻ ഇൻഡക്ഷൻ ഈസ് റീസണിങ് ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ. എ ഡിഡക്റ്റീവ് റീസണിങ് വർക്ക്സ് ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ. ഇറ്റ് ഈസ് കോൾഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. എംപിരിക്കൽ സ്റ്റഡീസ് ആർ സ്റ്റഡീസ് ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസ്. എംപിരിക്കൽ എക്സ്പീരിയൻസ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ദെൻ കോൺസെപ്റ്റ്സ് ആർ ദി ഡാഷ് ഓഫ് തിയറി ബിൽഡിംഗ്. ബേസിക് യൂണിറ്റ്സ് ഓഫ് തിയറി ബിൽഡിംഗ്. അടുത്ത ചോദ്യം, ദി ആക്ട് ഓഫ് പ്രൊവൈഡിങ് എ മെഷർ ഓഫ് കോൺസെപ്റ്റ് ഈസ് റെഫേർഡ് ടു ആസ് ഓപ്പറേഷണൽ ഡെഫിനീഷൻ. ദെൻ HDI ഈസ് എ കൺസ്ട്രക്ട്. HDI എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റ് ആണ്. ദെൻ ദ സ്പെസിഫിക് വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് കോൾഡ് ആട്രിബ്യൂട്ട്. ഒരു വേരിയബിളിൻ്റെ സ്പെസിഫിക് വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നത് ആട്രിബ്യൂട്ട് എന്നാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് ഡീംഡ് ടു ഹാവ് എ ഡാഷ് ഓൺ ദി ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് ഡീംഡ് ടു ഹാവ് എ causal influence on the dependent variable. അടുത്തത് കാഷ്വൽ ഇൻഫ്ലുവൻസ് ആണ്. കാഷ്വൽ ഇൻഫ്ലുവൻസ് ഓൺ ദി ഡിപെൻഡൻറ്റ് വേരിയബിൾ. ആൻഡ് ഇൻ്റർവെയിനിങ് വേരിയബിൾ ടെൽസ് വൈ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ്. ഇൻ്റർവെയിനിങ് വേരിയബിൾ എന്താ നമുക്ക് കാണിച്ചു തരുന്നത്? വൈ, എന്തുകൊണ്ട്, രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നു എന്നുള്ളതാണ് ഇൻ്റർവെയിനിങ് വേരിയബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. Then when a proposition is formulated for empirical testing, it is called a hypothesis. Dash study is undertaken where the information known on a particular subject matter is little exploratory. Dash research does not follow any formalized pattern. Exploratory തന്നെയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. Then case study is a method of exploring or analyzing the life of a social unit. ദെൻ ഒരു സ്മോൾ സ്കെയിൽ സ്റ്റഡീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈലറ്റ് സ്റ്റഡി എന്നുള്ളത്. ദ പേഴ്സൺ ഹു റൺസ് ദി ഫോക്കസ് ഗ്രൂപ്പ് സെഷൻ ഈസ് കോൾഡ് മോഡറേറ്റർ. വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻ ദ ഡാറ്റ ഹാവ് ഓൺലി 2 കാറ്റഗറീസ് ആർ കോൾഡ് ഡിക്കോട്ടോമസ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. അത്തരം വേരിയബിൾ ആണ് കേട്ടോ. 2 കാറ്റഗറീസ് ഉള്ള ഡാറ്റ വരുന്നത്. ദെൻ റിസർച്ച് ഡിസൈൻ പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഫോർ ദി കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ദി ഡാറ്റ. റിസർച്ച് ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ? ഒരു ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്കാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ദി ഡാഷ് ഓഫ് ഡാറ്റ ആർ ഡിവൈഡഡ് ഇൻ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി. ദ സോഴ്സ് ഓഫ് ഡാറ്റയാണ് പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ഡാഷ് സ്റ്റഡീസ് ആർ ഡിസൈൻഡ് പ്രൈമർലി ടു ഡിസ്ക്രൈബ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഓർ വാട്ട് എക്സിസ്റ്റ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, സർവേ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് റിസർച്ച്.
എ ഫീൽഡ് സ്റ്റഡി ഈസ് ഓൾവേസ് കണ്ടക്റ്റഡ് ഇൻ ഡാഷ് സെറ്റിംഗ്, നാച്ചുറൽ സെറ്റിംഗ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് ഇൻ ഡാഷ് സർവേ റിസർച്ചേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ വേരിയേഷൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സർവേ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ സർവേസിലാണ് റിസർച്ചേഴ്സിന് വേരിയേഷനിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അടുത്തത് എ കംപ്ലീറ്റ് സർവേ ഓഫ് ദി പോപ്പുലേഷൻ ഈസ് കോൾഡ് സെൻസസ്. ദി ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് വിളിക്കുന്നത് കളക്ഷൻ ഈസ് ത്രൂ ഒബ്സർവേഷൻ ആണ്. ദെൻ ഇൻ എക്സ്പെരിമെൻറ്റ് ദ ഡാഷ് ഗ്രൂപ്പ് ഗെറ്റ് ദ പ്രോഗ്രാം. ഇൻ എക്സ്പെരിമെൻറ്റ് ദ പ്രോഗ്രാം ഗ്രൂപ്പ് ഗെറ്റ് ദ പ്രോഗ്രാം. അടുത്തത് മെഷർമെൻറ്റ് വാലിഡിറ്റി ഈസ് ഓൾസോ കോൾഡ് കൺസ്ട്രക്ട് വാലിഡിറ്റി. ദി സോൾമൺ 4 ഗ്രൂപ്പ് ഡിസൈൻ ഹാസ് 4 ഗ്രൂപ്പ്സ്. അതൊക്കെ നമുക്ക് ക്വസ്റ്റിനിൽ നിന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. റാൻഡം അസൈൻമെൻറ്റ് ഈസ് നോട്ട് അദർഡ് ടു ഇൻ ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ദെൻ ടിപ്പിക്കലി ഡാറ്റ ഈസ് കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ന്യൂമറിക്കൽ ഫോം ആണെങ്കിൽ നമ്മളത് ക്വാണ്ടിറ്റേറ്റീവ് എന്നാണ് പറയുക. ദെൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റി ഈസ് ദ കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ദെൻ ഇൻ ഡാഷ് ഒബ്സർവേഷൻ the researcher act both observer and a participant. ഒബ്സർവറും ആണ് പാർട്ടിസിപ്പൻറ്റും ആണ് അറ്റ് ദ സെയിം ടൈം. അത്തരം ഒബ്സർവേഷൻ ആണ് സിമ്പിൾ ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഡാറ്റ ആക്യുറസി ഈസ് dash in observation than survey. Data accuracy is higher in observation than the survey. 148ാമത്തെ ചോദ്യം, where it is not possible to collect data directly from the informants, dash method is followed. The indirect personal interview method ആണ് നമ്മളപ്പോൾ ഫോളോ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, when questionnaire is posted in informants, it is called a mailed questionnaire. അടുത്ത ചോദ്യം, dash techniques are designed to tap the deeper state of personality of the informant in terms of unconscious motivation. Projective techniques ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദി ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് ഈസ് എ ഡോക്യുമെന്റ് പബ്ലിഷ്ഡ് ബൈ CSO. അടുത്ത ചോദ്യം, ഡാറ്റ ഫൗണ്ട് ഫ്രം CDs ആൻഡ് ഓൺലൈൻ ജേർണൽസ് ആർ കോൾഡ് ഇലക്ട്രോണിക് ഡാറ്റ. ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടുന്ന ഡാറ്റ ഇലക്ട്രോണിക് ഡാറ്റയാണ്. സാമ്പിൾ മീൻസ് എ ഡാഷ് പാർട്ട് ഓഫ് എൻ എൻറ്റയർ പോപ്പുലേഷൻ, റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് എൻ എൻറ്റയർ പോപ്പുലേഷൻ. സാമ്പിളിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് യൂണിറ്റ്സ് ഫ്രം എ പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദ ലിസ്റ്റിംഗ് ഓഫ് ദി ആക്സസബിൾ പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ഡ്രോൺ ഈസ് കോൾഡ് സാമ്പിൾ ഫ്രെയിം. ദെൻ ഡാഷ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി ചൂസൺ ഫ്രം ദ പോപ്പുലേഷൻ. സാമ്പിൾ സൈസ് ആണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിട്ട് പറയുന്നത്. റാൻഡം സാമ്പിളിംഗ് എന്ത് സാമ്പിളിംഗ് ആണ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റാൻഡം നമ്പർ ടേബിൾ. ടിപ്പറ്റ്സ് ടേബിൾ ആണ് റാൻഡം നമ്പർ ടേബിളിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ഡാഷ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡ് ഇസ് യൂസ്ഡ്. ഹെട്രോജീനിയസ് സാമ്പിളിംഗ് മെത്തേഡാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അതെല്ലാം. അടുത്ത ചോദ്യം, ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ഡാഷ്, ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ഹെട്രോജീനിയസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡ് ഇസ് യൂസ്ഡ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡ് എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആവുന്ന സിറ്റുവേഷനിലാണ്. അടുത്തത്, കമ്പൈനിങ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ഈസ് കോൾഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഡാഷ് സാമ്പിൾസ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ എക്സ്പ്ലോറേറ്ററി റിസർച്ച്. കൺവീനിയൻറ്റ് സാമ്പിൾ ആണ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ ഇഫ് ദർ ഈസ് നോ ആക്സസബിൾ സാമ്പിളിംഗ് ഫ്രെയിം, സ്നോബോൾ സാമ്പിളിംഗ് ഈസ് യൂസ്ഡ്. അണ്ടർ ഡാഷ് സാമ്പിളിംഗ് മെത്തേഡ് ദ സാമ്പിൾസ് ആർ സെലക്റ്റഡ് നോൺ റാൻഡംലി. സാമ്പിൾസ് കളക്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് ക്വോട്ട സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത്, ദ ഗ്രേറ്റർ ദി സാമ്പിൾ സൈസ് ദ സ്മോളർ ദി സ്റ്റാൻഡേർഡ് എറർ. നമ്മൾ സാമ്പിൾ സൈസ് കൂടുമ്പം സ്റ്റാൻഡേർഡ് എറർ ചെറുതാവുന്നതാണ് പറയുന്നത്. ദെൻ റെസ്പോണ്ടൻറ്റ് എറേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എറേഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ സാമ്പിളിംഗ് എറർ. നോൺ സാമ്പിളിംഗ് എററിന് എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. Then dash is the process of observing and recording the observations that are collected as part of research. Measurement is the process of observing and recording the observation. അടുത്തത്, the assignment of objects to numbers or semantics according to a rule is called scaling. The social status of the respondent is measured on the basis of dash scale. Nominal scale ഇതിലാണ്
സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് റെസ്പോണ്ടൻ്റ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ദ റാങ്ക്സ് ഒബ്റ്റെയിൻഡ് ബൈ ദ സ്റ്റുഡൻസ് വിൽ ബി മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റുഡൻസിൻ്റെ റാങ്ക് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അടുത്തത് ദി ഫാരൻഹീറ്റ് സ്കെയിൽ ഓഫ് മെഷറിംഗ് ടെമ്പറേച്ചർ ഈസ് ഇൻ്റർവൽ സ്കെയിൽ. ഇൻ ഡാഷ് സ്കെയിൽ ദർ ഈസ് നോ ആബ്സല്യൂട്ട് 0 പോയിന്റ്. റേഷ്യോ സ്കെയിലിൽ ഒരു ആബ്സല്യൂട്ട് 0 പോയിന്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദെൻ ഡാഷ് സ്കെയിൽ ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽ. റേഷ്യോ സ്കെയിൽ തന്നെയാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് സ്കെയിലായിട്ട് പറയുന്നതും. ദെൻ ഡാഷ് മീൻസ് ജഡ്ജിങ് ദ സ്കെയിലബിലിറ്റി ഓഫ് ദ ഫിനോമിനൻ അണ്ടർ സ്റ്റഡി. കോണ്ടിനം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫിനോമിനൻ, ജഡ്ജിങ് ദ സ്കെയിലബിലിറ്റി ഓഫ് ദ ഫിനോമിനൻ അണ്ടർ എ സ്റ്റഡി. അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് എ മെഷർ ഈസ് ടെസ്റ്റഡ് ത്രൂ ഡാഷ് മെത്തേഡ്. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡിലൂടെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി മെഷർ ചെയ്യുന്നത്. ദ ഡാഷ് വാലിഡിറ്റി റെഫേഴ്സ് ടു ദി ഡിഗ്രി ടു വിച്ച് ആക്ച്വൽ പ്രോഗ്രാം റിഫ്ലെക്ട്സ് ദി ഐഡിയൽ. കൺസ്ട്രക്ട് വാലിഡിറ്റി ആണ് ആൻസർ. ദെൻ ഡാഷ് സ്കെയിൽ ഈസ് ഓൾസോ കോൾഡ് സമ്മേറ്റഡ് റേറ്റിംഗ് സ്കെയിൽ. ലിക്കേർഡ് ഡിഫറൻഷ്യൽ സ്കെയിലിനെയാണ് സമ്മേറ്റഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ദെൻ എ റിസർച്ചർ യൂസസ് paired comparison scaling technique to measure the consumer preference between 7 brands toilet soaps. He will present a dash pairs of brands to the respondents, 21 pairs of brands to respondents. അടുത്തത് which of the following is a non-comparative scale? Non-comparative scale ആയിട്ടുള്ളത് continuous rating scale ആണ്. Then dash is the generation of a continuum upon which measure object are located. Scaling. Which of the following is not a comparative scale? Comparative scale അല്ലാത്തത് സെമാൻറ്റിക്കും അതേപോലെ തന്നെ ലിക്കേർട്ടുമാണ് കമ്പാരിറ്റീവ് സ്കെയിൽ അല്ലാത്തത്. സോ ബോത്ത് എ ആൻഡ് സി ആണ് ആൻസർ. Then a dash scale is used to draw out yes or no questions. ഡിക്കോട്ടോമസ് സ്കെയിലാണ് നമ്മൾ yes or no questions ഡ്രോ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ഡാഷ് scale is verbal. Semantic scale is verbal. Likert scale is an example of non-comparative scale. Non-comparative scale example ആണ് Likert scale എന്ന് പറയുന്നത്. Then dash is an intermediary stage between the collection of data and their analysis and interpretation. Processing ആണ് അതിൻ്റെ ആൻസർ. Editing is the dash stage in data processing. Editing എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. Then coding is the process of by which response categories and summarize numerals or the symbols. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കോഡിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Classification is the process of reducing large mass of data into group for meaningful analysis. Homogeneous ആണ് ആൻസർ. Classification on periodical basis is also called chronological classification. If variable can take only exact values, it is called discrete variables. When raw data is arranged conveniently, organized group, it is called dash distribution, frequency distribution. Dash is the process of recording the classified fact in rows and columns. നമ്മൾ rows and columns എന്ന് വന്നാൽ അത് tabulation ആയിരിക്കും. Then അടുത്ത ചോദ്യം, a dash table may contain data pertaining to more than one characteristics. ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് കോംപ്ലെക്സ് ഡാറ്റയാണ്. If the variable are measured on nominal and ordinal scale, the tools of analysis are called dash statistic, non-parametric statistics. If a table shows the relationship between two variables in a tabular form, it is called a dash table, contingency table എന്നാണ് വിളിക്കുന്നത്. Even line graph, നമ്മളിങ്ങനെ ലൈൻ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് വാല്യൂസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആർ ടേക്കൺ ഓൺ ദി എക്സ് ആക്സിസിലാണ് കൊടുക്കുന്നത് കേട്ടോ. എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിലാണ് കൊടുക്കുന്നത്. ഇഫ് ദ ഏരിയ ഓഫ് ഈ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പൈ ചാർട്ടാണ്. അടുത്തത് ദ ഡയഗ്രാം ഡ്രോൺ ഫോർ പ്രസൻറ്റിങ് ദ ഡാറ്റ ഇൻ പിക്ചർ ഫോമിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പിക്ടോഗ്രാം ആണ്. അടുത്തത് ഡാറ്റ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സം ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ്, നമ്പേഴ്സ് ആണെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ദെൻ ഇഫ് ദ സ്റ്റഡി റിലേറ്റഡ് ടു വൺ വേരിയബിൾ ആണെങ്കിൽ അത് യൂണി ഡയമെൻഷനൽ ആണ്. ഇത് ഇവിടെ ടോൺ ചെയ്തിരിക്കുന്നത് 1 ആണ്. 1 വേരിയബിൾ ആണെങ്കിൽ അത് യൂണി ഡയമെൻഷനൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ 200
question when the study is related with more than 2 variable. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, മൾട്ടിവേരിയേറ്റ് ആണ്. ആഫ്റ്റർ പ്രോസസ്സിംഗ് ദ ഡാറ്റ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനാലിസിസ് ആണ്. ദ എൻറ്റയർ domain of statistics is divided into descriptive statistics and dash statistic, inferential statistic. അടുത്തത് dash statistic is used to describe the basic features of a data. Descriptive statistic ആണ് നമ്മളൊരു ഡാറ്റയുടെ ബേസിക് ഫീച്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ദെൻ സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത് ഏതാണ്? മീൻ ആണ്. ഇഫ് നോ മെഷർ ഓഫ് കോറിലേഷൻ ഈസ് സീറോ, if the measure of correlation is 0, it indicate no correlation. അടുത്ത ചോദ്യം, the method helps to predict the unknown values of one variable from the known values of another variable are called regression analysis. അടുത്തത്, dash is the best way of reflecting the central tendency of a set of scores where the scores themselves are measured on a nominal scale. മോഡ് ആണ് ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. അടുത്തത്, ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി ആവറേജ് ഓഫ് ദി സ്ക്വയർ ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ സ്ക്വയർ റൂട്ട് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. ദെൻ ഇഫ് ദ എസ്റ്റിമേറ്റ് എ പാരാമീറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിംഗിൾ വാല്യൂ, പോയിന്റ് ആണ്, പോയിന്റിനെയാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അടുത്തത്, ഡാഷ് ഈസ് എ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രിഡിക്ഷൻ. ഹൈപ്പോത്തസിസ് ആണ് സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രിഡിക്ഷൻ. Then in testing of hypothesis, if the null hypothesis is rejected, dash hypothesis is accepted. Alternative hypothesis ആണ് നമ്മളിവിടെ accept ചെയ്യുന്നത്. Then population measurement are called parameters. Rejecting a true null hypothesis is committing a type 1 error. Where the sample size is less than 30, dash is used. t-test ആണ് നമ്മളവിടെ ഉപയോഗിക്കുക. റിപ്പോർട്ടിംഗ് മീൻസ് ഡാഷ് ത്രൂ റിപ്പോർട്ട്സ്. റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ റിപ്പോർട്ട്സ് എന്നാണ് അർത്ഥം വരുന്നത്. ഡാഷ് റിപ്പോർട്ട് ഈസ് റിപ്പോർട്ടിംഗ് വെർബലി. നമ്മളിങ്ങനെ ചോദിക്കുന്നതുണ്ടല്ലോ, അത് എന്ത് റിപ്പോർട്ടാണ്? ഓറൽ റിപ്പോർട്ടാണ്. അടുത്തത്, പോപ്പുലർ റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് പ്രിപ്പയർഡ് ഫോർ ലേമാൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. അടുത്ത ചോദ്യം പറഞ്ഞതാ, ഡാഷ് ഈസ് എ ലിസ്റ്റ് ഓഫ് സോഴ്സസ് യൂസ്ഡ് ബൈ ദ റിസർച്ചർ ടു ഗെറ്റ് ദ ഇൻഫോർമേഷൻ ഫോർ റിസർച്ച് റിപ്പോർട്ട്. ബിബിലിയോഗ്രഫിയാണ് ആൻസർ. അടുത്തത്, എ ഡാഷ് ഇൻഡെക്സ് ഇൻക്ലൂഡ് എ ഡീറ്റെയിൽഡ് റെഫറൻസ് ടു ഓൾ ഒബ്ജക്റ്റ് മാറ്റേഴ്സ് ഡിസ്കസ്ഡ് ഇൻ ദ റിപ്പോർട്ട്. സബ്ജക്റ്റ് എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. Then a list of special terms and phrases used is given in the form of a glossary. A treatise on a single subject is called a monograph. Dash is a report prepared for a layman. Specific ആണ്. Then അടുത്ത ചോദ്യം, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് ഡാഷ് സ്റ്റഡി ഓഫ് എൻ അൺഫെമിലിയർ പ്രോബ്ലം. നമുക്കറിയാത്തൊരു പ്രോബ്ലത്തെക്കുറിച്ചുള്ള സ്റ്റഡി പ്രിലിമിനറി സ്റ്റഡിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സിംഗിൾ വേരിയബിൾ ഡിസൈൻ. സിംഗിൾ വേരിയബിൾ ഡിസൈൻ എന്ന് പറയുമ്പം ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ഡാഷ് ആർ കാറ്റഗറൈസ്ഡ് ബൈ ആൻ ആബ്സെൻസ് ഓഫ് റാൻഡമൈസേഷൻ. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ആണ് ആൻസർ. ഇൻ ഡാഷ് റിസർച്ചേഴ്സ് റാൻഡംലി അസൈൻ ടെസ്റ്റ് യൂണിറ്റ്സ് ടു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണ്. ഇവിടെയാണ് റിസർച്ചേഴ്സ് റാൻഡംലി അസൈൻ ടെസ്റ്റ് യൂണിറ്റ്. അടുത്തത്, ഡാഷ് ഡിസൈൻസ് ആർ യൂസിങ് കൺസ്ട്രക്ഷൻസ് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ റിയൽ വേൾഡ്. ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്. ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് അല്ലാത്തത് ന്യൂസ് പേപ്പർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പബ്ലിക് ഡോക്യുമെൻറ്റ്. പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? എല്ലാം വരും. ന്യൂസ് പേപ്പർ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. അടുത്തത്, ദ പർപ്പസ് ഓഫ് ഡാഷ് ഈസ് ടു ഫോൾഡ്. ടു ഓർഗനൈസ് ആൻഡ് ടു കമ്മ്യൂണിക്കേറ്റ്. തിയറി ആണ് ആൻസർ. വെൻ ദ ഹൈപ്പോത്തസിസ് ഈസ് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് ടു ബി ട്രൂ ഇറ്റ് ബിക്കംസ് എ തിയറി. The theory, when works satisfactorily and is generally accepted, it becomes law. When law becomes familiar, it becomes a fact. Then when a hypothesis relates to the cause and effect relationship of a phenomenon, it is called a descriptive. When a phenomenon cannot be fully understood because of technical difficulties, the hypothesis made about is called a
ടെൻറ്റേറ്റീവ്, നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ടെൻറ്റേറ്റീവ് ആണ്. ഡാഷ് ഹൈപ്പോത്തിസിസ് എക്സ്പ്ലെയിൻ ദ ഹാപ്പനിങ് ഓഫ് എ ഫിനോമിനൻ, ഒരു കാര്യത്തിൻ്റെ ഹാപ്പനിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണെങ്കിൽ അത് എക്സ്പ്ലനേറ്ററി ഹൈപ്പോത്തിസിസ് ആണ്. ഡാഷ് ഡിസ്ക്രൈബ് ഹൗ എൻ ഏജൻറ്റ് വർക്ക്സ് ടു പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ എഫക്റ്റ്, ഹൈപ്പോത്തിസിസ് കൺസേൺ ലോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് പോസിബിൾ മെഷർമെൻറ്റ്സ് ഇൻ ഈച്ച് ക്ലാസ് ആർ നോൺ ആസ് ലിമിറ്റ്സ്. ദ വാല്യൂ എക്സാക്ട്ലി അറ്റ് ദ മിഡിൽ ഓഫ് എ ക്ലാസ് ഇൻ്റർവെൽ ആയിട്ട് വരുന്നത് മിഡ് വാല്യൂ ക്ലാസ് മാർക്കും ആണ്. സോ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഫോളോയിങ് വിത്തിൻ എ പെർട്ടിക്കുലർ ക്ലാസ് ഇൻ്റർവെൽ, ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ഫ്രീക്വൻസി. ഡാഷ് ഇൻക്ലൂഡ് ലെറ്റർ, ക്വസ്റ്റിനെയർ, ടെസ്റ്റ് എല്ലാം വരുന്നത് അപ്പൻഡിക്സ് ആണ്. ദെൻ ഡാഷ് ഈസ് എൻ ആൽഫബറ്റിക്കൽ ലിസ്റ്റിംഗ് ഓഫ് അൺഫെമിലിയർ ടേംസ്, ഗ്ലോസറി ആണ്. ദെൻ ഡാഷ് ഈസ് എ കോംപ്രഹെൻസീവ് ലിസ്റ്റിംഗ് ഓഫ് വർക്ക്സ് റെലവൻറ്റ് ടു ദ സ്റ്റഡി, ബിബ്ലിയോഗ്രഫി. Then dash is a list of reference cited in the text, literature cited. Then when there is long-term gap between the data collected and the presentation of report, the study may lose its significance. In such cases, report is presented interim. സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്, ഉള്ളിൽ നിന്ന് ഡീപ്പായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പഠിക്കണം. അപ്പോൾ ഇത്രയാണ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ആൻസർ കീ ഞാനിവിടെ സ്ക്രീനിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോയതിലെങ്ങാനും ഡൗട്ടോ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കീ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് സമയം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. നമുക്ക് മുഴുവനായിട്ട് 245 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു PDF-ലുള്ള പോലെ തന്നെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ചിലപ്പോൾ റിയൽ ആൻസർ അതായിരിക്കില്ല, പക്ഷേ PDF ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് ചോദിക്കുക, അതനുസരിച്ചാണ് നമുക്ക് മാർക്കും തരിക കേട്ടോ. അപ്പോൾ ചില ടീച്ചേഴ്സ് പറയാറുള്ളത് PDF തെറ്റാണെങ്കിൽ അതേപോലെ തന്നെ പഠിക്കുക, കാരണം ഇത് ബേസ് ചെയ്തിട്ടാ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ പോസ് ചെയ്തിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.